ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? എന്താണ് എല്ലാവരും വിശേഷം? അൽഹംദുലില്ലാഹ് എനിക്കും സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എല്ലാവർക്കും വേണ്ടി ഞാൻ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു തട്ടിക്കൂട്ട് പണിയും ഒക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പുതിയ വീട്ടിൽ വന്ന ശേഷം ഇന്നാട്ട കുറച്ച് ചിക്കൻ കറി നെയ്ച്ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് ക്ലീനിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ടാണ് അന്ന് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓടി വന്ന് അങ്ങനെ സാധനമൊക്കെ എടുത്തിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ നിന്നും ഒക്കെ ഒന്ന് തട്ടിക്കൂട്ട് എന്നല്ലാണ്ട് ശരിക്കും ഒന്ന് വെള്ളം എടുത്ത് തുടക്കം പിടിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം നിറഞ്ഞു പോയ ശേഷമൊക്കെ ഒന്ന് നിലമൊക്കെ നമ്മളൊന്ന് അടിച്ച് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്നന്ന് നിറച്ച് വെച്ചാട്ടോ മലയിട്ടിൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ നമ്മൾ അതിൻ്റെ മണി ട്രീൻ്റെ ഒന്ന് വേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സങ്കടം. എന്താ പറയുക, നമ്മൾ അവിടെ കുറേ മണി ട്രീയും റോസാ ചെടിയൊക്കെ വളർത്തിയിട്ട് ഇവിടെ വന്നപ്പോൾ ഒന്നും ഇല്ലാണ്ടായപ്പോൾ ഒരു സങ്കടം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചെടികളും ഒക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിനുള്ള ഇവിടെ എന്താണ് നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ, അവർ വെച്ച സംഭവങ്ങളാട്ടോ. അതൊക്കെ അവർ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓണർ വന്ന് നോക്കും, ആയാ വലിച്ചിട്ടും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള വീട്ടിലിങ്ങനെ വെച്ച് പിടിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഇത് കുരുമുളക് ഉണ്ട് കേട്ടോ. കുരുമുളക് തൈ അവർ വെച്ച് വലിയൊരു മരമായി നിൽക്കുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒന്നും ആയിട്ടില്ല കേട്ടോ. ആയപ്പോൾ അവരൊക്കെ കൊണ്ടുപോകും. നമ്മളിപ്പോൾ നമ്മുടെ ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഒരു മണി ട്രീ ഇങ്ങനെ അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ സിറ്റ് ഔട്ടിൽ നമ്മൾ കുറച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, കുപ്പിയിലാക്കിയിട്ട്. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു, ഭയങ്കര സങ്കടമായിട്ടോ. ആ ഒരു മതിൽ ഞാനത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ നേരത്തെ എടുത്ത് മാറ്റിയിട്ടുണ്ടാവും. പക്ഷേ രാത്രി 2 മണിക്കല്ലേ വീണത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും എടുക്കാനും പറ്റിയില്ല. നമ്മുടെ കറ്റാർ വാഴ 2-3 ഉണ്ടായിരുന്നു കേട്ടോ ചട്ടിയിൽ, അതൊക്കെ പോയി, നശിച്ചു പോയി. ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മുടെ റെഡ് റോസും കൂടി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് കറ്റാർ വാഴ നമ്മുടെ ഒരു ചേച്ചിൻ്റെ അമ്മ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ചട്ടിയൊക്കെ വാങ്ങി വെച്ച് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് റിൻഷിമോൾ അതൊക്കെ എടുത്തിട്ടൊന്ന് മുറിച്ച് തലയിലും ഒക്കെ തേക്കൂട്ടാം, മുടി കൊഴിച്ചിലിനൊക്കെ, മുടി നൈസാവാൻ. പിന്നെ നമ്മൾ ബെഡൊക്കെ കുഴപ്പമില്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുത്തിച്ചാരി വെക്കുന്നുണ്ട്. പിന്നെ നിന്നിട്ടാട്ടോ അടിച്ച് വരുന്നത്. അപ്പോൾ പണി ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള അലക്കലും അടിക്കലും, പിന്നെ ഫാത്തിമക്കുട്ടൻ്റെ മൂത്രത്തുണി ചിലപ്പോൾ ഒക്കെ തോനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് പോയി അലക്കും. ഒക്കെ രാത്രി ഹാളിലിട്ട് പിന്നെ അങ്ങനെ എടുത്ത് കൊണ്ടുപോയി വെക്കലാട്ടോ. പിന്നെ റൂമിലേക്ക് ഞാൻ പോകുമ്പോൾ ചെരുപ്പ് ഇടില്ല, കാരണം നിസ്കരിക്കണ സ്ഥലമായതുകൊണ്ട് ചെരുപ്പിട്ടിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ അയച്ച് വെച്ചത്. പിന്നെ അവിടെ എല്ലാ ദിവസം അടിക്കുന്നതുകൊണ്ട് പിന്നെ അത്ര പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ ഇവർ ഇടുന്ന കടലാസും പേപ്പറും കവറും ഒക്കെ ഞാൻ പെറുക്കി കൊണ്ടുപോകട്ടെ. ഇവിടെ ചപ്പ എടുക്കാൻ ഈ ഭാഗം നമ്മൾ ആദ്യം ഇരുന്നത് മുനിസിപ്പാലിറ്റിയാണ്. പിന്നെ ഇവിടെ പഞ്ചായത്താട്ടോ നമ്മളിരിക്കണത് ഇപ്പോൾ. അപ്പോൾ ഇവിടെ ഉള്ളവർ കുപ്പെടുക്കാൻ വരും. അവിടെ 100 രൂപയാണ്, ഇവിടെ 50 രൂപ കേട്ടോ. പക്ഷെ അവിടെ ഒരു മാസത്തിൽ 2 ദിവസം വരും, ഇവിടെ ഒരു മാസത്തിൽ ഒരിക്കലേ വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കവറൊക്കെ ഒരു മാസത്തിനുള്ളത് എന്തിലെങ്കിലും ഇട്ട് വെക്കണം, അങ്ങനെയാണ്. പിന്നെ തൊടിയുള്ളതുകൊണ്ട് അത്യാവശ്യം കഞ്ഞിവെള്ളം, പിന്നെ നമ്മുടെ ആടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആട് താഴത്ത് വീട്ടുകാർ ആട് അപ്പുറത്ത് എവിടുന്നോ വന്ന ആൾക്കാർ ഒരു ആട്ടിൻ്റെ കൂടൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഞ്ഞിവെള്ളം വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, ചോറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആട്ടിന് കൊടുക്കാം കേട്ടോ. നമ്മൾ അവിടെ നേരത്തെ ഒരു പയ്യനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ അതൊരു ഭാഗ്യമുണ്ട്. അധികം കളയാനൊന്നും ഉണ്ടാവില്ല, ഞാൻ പാത്തിന് തന്നെ വെക്കുള്ളൂ. എന്നാലും ചില സമയത്ത് കുട്ടികൾക്കായിട്ട് വെച്ചൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനൊരു ആടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, എന്താ നമുക്ക് കളയേണ്ടി വരുന്നില്ല, അത് ഇതുണ്ട്. പിന്നെ അത്യാവശ്യം വേസ്റ്റ് ഉള്ളിത്തൊണ്ടൊക്കെ നമുക്ക് തൊടിയിൽ ഇടാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ ചൂല് അടിപൊളിയാട്ടോ. അപ്പോൾ നമുക്ക് മുടി പെറുക്കി നടക്കേണ്ട ആവശ്യമില്ല, അടിച്ചു വരുമ്പോൾ എല്ലാ മുടിയും ആ ചൂലിൽ തട്ടും. അപ്പോൾ നമുക്കതങ്ങോട്ട് എടുത്ത് മാറ്റാൻ ഒഴിവാക്കാം. അതുകൊണ്ട് അതൊരു ഇതുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ റിൻഷിമോളിൽ മുടി നല്ല കൊഴിയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നെവരറ്റിന് ഓയിൽ തന്നെ യൂസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി സമാധാനം ഉണ്ട്. എന്നാലും ഉള്ള പെയിനൊക്കെ ഉള്ളത് കൊണ്ടേ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. പിന്നെ എൻ്റെ മുടി ഒരിക്കൽ വെട്ടാൻ കൊടുത്തതാണ്, അതങ്ങനെ അവൾ വെട്ടിക്കളഞ്ഞു. പിന്നെ എൻ്റെ മുടിയൊക്കെ പോയി. പിന്നെ ഈ എണ്ണ തേച്ച് ശേഷോട്ടാണ് കിളിർത്തത്. നമ്മുടെ നെവരറ്റിന് ഓയിൽ ഞാൻ ചെറുപ്പം മുതലേ തേക്കുന്ന ഒരു എണ്ണയാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഇങ്ങനെ മുടി കൊഴിച്ചിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മേടിച്ച് തേച്ചാൽ കേട്ടോ, നല്ല ഉറക്കം കിട്ടും.
പിന്നെ നല്ല തലക്ക് നല്ല തണുപ്പുമാണ്. നമുക്ക് നവരത്നം തേക്കാട്ടോ, നെല്ലിക്കയും ചെമ്പരത്തിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു എണ്ണയാണ്. പിന്നെ ആ തുണികൾ പിന്നെ മഴ ആയതുകൊണ്ട് നല്ല കാറ്റും മഴയാണ് കേട്ടോ. ഇവിടെ ഇടക്ക് നല്ല കാറ്റും മഴ, പിന്നെ മുകളിലായതുകൊണ്ട് നല്ല അറിയുന്നുണ്ട് കാറ്റും മഴയും. അപ്പോൾ 2 ദിവസം അലക്കിയതൊക്കെ ഉയർക്കാനും മുണ്ടും കുട്ടികളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചു. അപ്പോൾ ഞാൻ വീഡിയോക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും എൻ്റെ വീഡിയോ കാണുമ്പോൾ. അപ്പോൾ പിന്നെ നിസ്കരിച്ച് ഞാൻ അങ്ങനെ വെച്ച് ചെയ്തിട്ടുണ്ട്, ഒന്നും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു, ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി പെറുക്കി വെച്ചു കേട്ടോ. അപ്പോഴത്തേനും പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം മഴ നോക്കി നിൽക്കുക, കുറച്ച് പണിയെടുത്തപ്പോൾ റെസ്റ്റ് ഇരിക്കാറുണ്ട്, അങ്ങനെ വന്നതാട്ടോ. നോക്കുമ്പോൾ നല്ല കാറ്റും മഴയാണ്. അപ്പോൾ ഇത്തിരി നേരം സിറ്റൗട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ മഴയൊക്കെ കാണാൻ നല്ല രസമാട്ടോ. പിന്നെ ഇതാ മഴയൊക്കെ നോക്കി അങ്ങനെ ഇരുന്ന് വിഷക്കാൻ തുടങ്ങിയിട്ടാ. പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്തിരി ചോറും ഇതൊക്കെ എടുത്തിട്ട് കഴിക്കട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോയിൽ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല, റിയാസ്ഖാനെയും കുട്ടികളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, അവരൊന്നും വന്നില്ല. അപ്പോൾ അവർക്കൊക്കെ ഓരോ തിരക്ക്. അപ്പോൾ ഞാൻ ആരെയും വിളിച്ചില്ല, എൻ്റെ തന്നെ ഒരു ഡൈമയിലൊക്കെ അങ്ങോട്ട് ആക്കി. അപ്പോൾ ഇതാ പിന്നെ നല്ല അങ്ങളവിടുത്തെ ഒരു പാട്ട് പഠിക്കാം. ഒരു പാട്ട് പാടാൻ പറയാം. ഗ്യാസ് വയറിൽ കളിക്കണ്ട അവിടെ പോ. തുപ്പ് കൂട വെച്ച് മുഖി അപ്പൂപ്പ തൊപ്പടിച്ച് മരത്ത് പൊന്നി തൊപ്പ് വെക്കുന്നു. തൊപ്പ് കൂട വെച്ച് മുഖി തൊപ്പടിച്ച് കണ്ടുകൂട്ടി പോയി കണ്ടച്ച കാല് കൂടെ കയറി കീഴച്ച കീഴടിക്കും പല്ലടിച്ച് അതാണ് റെജിക്കുട്ടി സ്കൂളിൽ പഠിച്ച പാട്ടാട്ട ഗേസ് അല്ലേ. അവൾക്ക് വൈകുന്നേരം എന്ത് വേണം, അരി ഉണ്ട വേണം പറഞ്ഞപ്പോൾ ഉണ്ടാക്കണം അല്ലേ. ശരി, അവിടെ പോയിരുന്നോ? ആ, അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കുട്ടികൾക്ക് ഒരു വെറി പിടിച്ചോട്ടോ, ഒന്നും ഉണ്ടാവില്ല എടുത്ത് കഴിക്കാൻ. അപ്പം ഞാനിത്തിരി ബെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നാൽ ശരി ഇത്തിരി അരിയുണ്ട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇതാ അവർക്ക് അരിയുണ്ട ഉണ്ടാക്കാം കേട്ടോ. ഉണ്ടാക്കുമ്പോൾ നമ്മുടെ റിജിക്കുട്ടി ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ ഓരോ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് അരി വറുത്ത് തേങ്ങയും വെല്ലം ഇട്ടിട്ട് കുറച്ചേ ഉണ്ടായിരുന്നു, അപ്പോൾ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ വീഡിയോ ഇന്ന് അത്ര വലുതൊന്നല്ല, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ അരി കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ റിയാസ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അരി കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ നല്ല ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് ഉണ്ടാക്കണില്ല, കുറേ ആയിട്ട് എപ്പോഴാട്ടോ ഇവിടെ വന്ന ശേഷം ഒന്നും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ രാത്രിയായി ഞങ്ങൾ ഒരേ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഒരേ കടത്തായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ഇത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.